പച്ചക്കറി കിറ്റായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതൽ കാണുന്നതാണ് കേട്ടോ ഈ ഒരു പച്ച തക്കാളി. അപ്പൊ ഈ ഒരു പച്ച തക്കാളിയും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു തീയൽ ഉണ്ടാക്കി നോക്കാവേ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെറിയുള്ളി സവോളയും കൂടെ വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി മാത്രമാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. സവോള ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ തക്കാളിയും അതിന്റെ കൂടെ കുറച്ച് മുരിങ്ങയ്ക്കയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തീയലിന് വേണ്ടിയുള്ള അരപ്പിനായിട്ട് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങ ഒന്ന് മൂത്ത് വന്ന സമയത്ത് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടിയും അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതാ കടുക് വറുത്ത് വറ്റൽമുളക് ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി സവോളയൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതേപോലെ തന്നെ മുരിങ്ങയ്ക്കും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി പച്ചത്തക്കാളി കിട്ടുമ്പോൾ വെറുതെ കളയാതെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്.